സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നവർ ബഹുഭൂരിപക്ഷം പേരും ഡൽഹിക്കാരാണെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഡൽഹി ബേസ്ഡ് ആണെന്ന് പറയുന്നു. അതിനുള്ള കാരണം എന്താ? കേരളക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാർക്ക് അതിനുള്ള സാധ്യത കുറവാണോ? പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഡൽഹിയിൽ കരോൾ ബാഗ്, രാജേന്ദ്ര നഗർ, ഞാൻ ഡൽഹിയിൽ പഠിക്കുമ്പോൾ ഇപ്പോഴും ആ ഏരിയകൾ സിവിൽ സർവൻസിൻ്റെ ഹബ്ബാണ്. അവിടെയാണ് മോസ്റ്റ് ഓഫ് ദി റിനൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരും അവിടെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ആവാൻ തുടങ്ങി. കേരളത്തിൽ തന്നെ ഒത്തിരി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഞാൻ എൻ്റെ മെയിൻസിന് കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോർച്യൂണിലാണ് എൻറോൾ ചെയ്തത്, മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് എഴുതാൻ. അതുകൂടാതെ തന്നെ ഇവിടെയും ട്രിവാൻഡ്രത്താവട്ടെ എറണാകുളത്താവട്ടെ ഒത്തിരി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളർന്നു വന്നിട്ടുണ്ട്. ഡൽഹിയിലൊന്നും പോവാതെ പഠിച്ചവർ, ഇപ്പം ഞാൻ ഫെലിസിറ്റേഷൻ എന്നപ്പോൾ കേരളത്തിൽ 44 പേരെന്ന് പറഞ്ഞ് അവരിൽ പലരും ഡൽഹിയിൽ പോയിട്ടുള്ള, അല്ലെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം ഡൽഹിയിൽ പോയതാണ്. ഡൽഹിയിൽ പോയാലേ സിവിൽ സർവീസ് കിട്ടൂ എന്നില്ല. നമ്മൾ എവിടെ ഇരുന്നാണെങ്കിലും ആത്മാർത്ഥതയോടെ പഠിച്ചാൽ, ഇഫ് വി കംപ്ലീറ്റ് ദ സിലബസ് ആൻഡ് ഡു അവർ ബെസ്റ്റ്, ഐ തിങ്ക് യു കുഡ് ക്ലിയർ ദിസ് എക്സാം. കോച്ചിങ് സെൻറ്ററിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഓരോരുത്തരുടെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ എ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഞാൻ ആദ്യം കോച്ചിങ് എടുത്തില്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് പഠിക്കാനാണ് തുടങ്ങിയത്. ഈ വർഷം പോലും ഞാൻ കോച്ചിങ്, എനിക്ക് ബുദ്ധിമുട്ടേറിയ വിഷയങ്ങൾ, അതായത് എനിക്ക് ചില സബ്ജക്ട്സ് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫേസ് ചെയ്തു. ഞാൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ സിസാറ്റ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. സയൻസ് ആൻഡ് ടെക്, എൻവയോൺമെൻറ്റ്, ജോഗ്രഫി, ഈ 4 സബ്ജക്റ്റിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഞാനൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, സാരഥി IAS എന്ന് പറഞ്ഞ് ഡൽഹിയിലുള്ളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെൽപ്പ് എടുത്തിരുന്നു. അതുകൂടാതെ ഫോർച്യൂൺ ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ്, എസ്പെഷ്യലി PSIR ഓപ്ഷണൽ മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ കോച്ചിങ് ഇല്ലാതെ ക്ലിയർ ചെയ്തവരുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മോക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. കോച്ചിങ് കൂടിയേ തീരൂ എന്നില്ല. പക്ഷേ UPSCയുടെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആവാറുണ്ട്. നമ്മൾ സ്വയം ചെയ്യുമ്പോൾ കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഗൈഡൻസും സ്ട്രാറ്റജിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, വെൽ ഗുഡ്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു, ഐ തിങ്ക് യു മസ്റ്റ് സീക്ക് ഹെൽപ്പ്, ബിക്കോസ് ഇറ്റ് ഹെൽപ്സ്.